ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ക്ലോറോബെൻസീനെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് നടക്കും? നൈട്രേഷൻ നടക്കും. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രോണിയം അയോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യും, NO2+. അപ്പോൾ Cl ആറ്റം ഇൻ ക്ലോറോബെൻസീൻ ഈസ് ഓർത്തോ പാരഡയറക്റ്റിക്. അപ്പോൾ ഓർത്തോ പ്രോഡക്റ്റും കിട്ടും, പാരയും കിട്ടും. മേജർ പ്രോഡക്റ്റ് പാരയായിരിക്കും, കാരണം സ്റ്റെറിക് റിപ്പൽഷൻ കുറവായതുകൊണ്ട് മേജർ പ്രോഡക്റ്റ് ഈസ് പാര. അപ്പോൾ ക്ലോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, ദാറ്റ് മീൻസ് ഫോർത്ത് പൊസിഷനിൽ ക്ലോറിൻ. അപ്പോൾ പാര നൈട്രോ ക്ലോറോബെൻസീൻ, ദാറ്റ് ഈസ് കോമ്പൗണ്ട് എ. ഇനി കോമ്പൗണ്ട് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർത്തോ ഐസോമറാണ്. വാട്ട് ഈസ് ഓർത്തോ ഐസോമർ? ക്ലോറോബെൻസീൻ്റെ ഓർത്തോ പൊസിഷനിൽ, ഇവിടെ ക്ലോറിൻ ഉണ്ടല്ലോ, ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ, ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ, that is the minor product. This is the major product A, this is the minor product B. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും, കൺവേർട്ട് CH3 CH2 Cl2 CH3 CH2I. ഇപ്പോൾ Br പോയിട്ട് I വേണം, ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അത് ടിപ്പിക്കൽ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ ആണ് അല്ലേ? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് ക്ലോറോ ഓർ ബ്രോമോ ആൽക്കെയിൻ ടു അയഡോ ആൽക്കെയിൻ ബൈ ട്രീറ്റിംഗ് വിത്ത് സോഡിയം അയോഡൈഡ് ഡിസോൾഡ് ഇൻ അസറ്റോൺ. അപ്പം ഈ ബ്രോമിനെ ആര് റീപ്ലേസ് ചെയ്യും? അയഡിൻ റീപ്ലേസ് ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് CH3 CH2I. അപ്പോൾ സോഡിയവും ബ്രോമിനൂടെ ചേർന്ന് NaBr ബൈ പ്രോഡക്റ്റും ഉണ്ടാകും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ദിസ് ഈസ് കോൾഡ് അനിസോൾ. അപ്പോൾ മീതോക്സി ബെൻസിൻ, ഇതിനെ HI വെച്ച് ട്രീറ്റ് ചെയ്താൽ ഈ CO കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടും ബിക്കോസ് ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സിൽ അയോൺ. അപ്പോൾ ഫിനോക്സിൽ അയോൺ ബെൻസിൻ റിങ്ങിൽ O-, അവിടെ ആര് വരും? H വരും. അപ്പോൾ യു വിൽ ഗെറ്റ് ഫീനോൾ ആസ് ദ മേജർ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ദ A. B കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ആരാ? CH3I. അപ്പോൾ A ഈസ് ഫീനോൾ, B ഈസ് CH3I. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ പ്രോഡക്റ്റ് ഫോം വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് bromine water, zinc dust and concentrated nitric acid. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ആരാ? ഫീനോളാണ്, ബെൻസിൻ റിങ്ങിൽ OH. അപ്പോൾ ആദ്യം ഇതിനെ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യും, ബ്രോമിൻ വാട്ടർ. അപ്പോൾ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്താൽ Br+ അയോൺ എക്സസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. OH ഗ്രൂപ്പ് ഈസ് എ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ഈസ് ഓർത്തോ പാരഡയറക്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ, പാരാ പൊസിഷനിൽ, അടുത്ത ഓർത്തോ പൊസിഷൻ. അപ്പോൾ 2, 4, 6 ട്രൈ ബ്രോമോ ഫീനോൾ ഈസ് ഫോംഡ്. ഇനി ഇതിനെ സിങ്ക് ഡസ്റ്റ് വെച്ച് ട്രീറ്റ് ചെയ്യും. സിങ്ക് വെച്ച് ചൂടാക്കിയാൽ എന്ത് പറ്റും? സിങ്ക് ഈ ഓക്സിജൻ എടുത്തുള്ളൂ, അപ്പോൾ സിങ്ക് ഓക്സൈഡായിട്ട് പോകും. അപ്പോൾ ഫീനോളിൽ ഓക്സിജൻ പോയി അത് റെഡ്യൂസ് ചെയ്ത് എന്തായി മാറും? ബെൻസീനായിട്ട് മാറും. So this is the product, benzene plus zinc oxide. അടുത്തത് ഇതിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. അപ്പോൾ കംപ്ലീറ്റ് നൈട്രേഷൻ നടക്കും, ഈ ബ്രോമിനേഷൻ നടന്ന പോലെ കംപ്ലീറ്റ് നൈട്രേഷൻ നടക്കും. അപ്പോൾ ഈ ഫീനോളിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ, നാലാമത്തെ പൊസിഷനിൽ, അടുത്തത് ആറാമത്തെ പൊസിഷൻ. അപ്പോൾ എല്ലാ ഓർത്തോയും പാരയും NO2 ഗ്രൂപ്പ്. അപ്പോൾ 2, 4, 6 ട്രൈ നൈട്രോ ഫീനോൾ, 2, 4, 6 ട്രൈ നൈട്രോ ഫീനോൾ, TNP. ആൻഡ് ദിസ് ഈസ് എ ഫേമസ് കോമ്പൗണ്ട് കോൾഡ് പിക്രിക് ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് പിക്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്? ഫീനോളിനെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് നൈട്രേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് 2, 4, 6 ട്രൈ നൈട്രോ ഫീനോളായിട്ട് മാറും. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് പിക്രിക് ആസിഡ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ കോൾസ് റിയാക്ഷൻ ആൻഡ് റൈമർഡിമൻ റിയാക്ഷൻ. അതിൽ കോൾസ് റിയാക്ഷൻ മീൻസ് കൺവേർഷൻ ഓഫ് ഫീനോൾ ടു സാലിസിലിക് ആസിഡ്. ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കും. സാലിസിലിക് ആസിഡ് എന്താ? ഫീനോൾ, ബെൻസീൻ റിങ്ങിൽ OH.
അതിനെ സാലിസിലിക് ആസിഡ് ആക്കും. സാലിസിലിക് ആസിഡ് ആക്കുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ COOH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, കാർബോക്സിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യുക, ഇൻ പ്രസൻറ്റ് ആൻഡ് ഓൾസോ ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടാവും. ഇത് ആൽക്കലിയുടെ പ്രസൻസിൽ ONA ആവും. ഇവിടെ ഒരു H ഉണ്ട്, അതുകൊണ്ട് ചേർന്ന് കാർബൺ ഡയോക്സൈഡ് കൂടെ ചേർന്നിട്ട് COOH ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇനി ഇതിനെ എന്ത് ചെയ്യുക? അസിഡിഫൈ ചെയ്യാം. അസിഡിഫൈ ചെയ്യുമ്പോൾ ONA ഗ്രൂപ്പ് OH ആവും. അപ്പോൾ 2-hydroxy benzoic acid, 2-hydroxy, that is IUPAC name, 2-hydroxy benzoic acid called salicylic acid is formed, and this reaction is called Cobb's reaction. ഇനി റൈമർ-ടിമാൻ റിയാക്ഷൻ ഇതേപോലെ റൈമർ-ടിമാൻ റിയാക്ഷനിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡിന് പകരം ക്ലോറോഫോം വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ആൽക്കലിയുടെ പ്രസൻസിൽ OH ഗ്രൂപ്പ് ONA ആവും. ഈ ക്ലോറോഫോം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓർത്തോ പോർഷനിൽ CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ ONA ഗ്രൂപ്പ് എന്താവും? OH ആവും. ഇത് CHO ഗ്രൂപ്പായിട്ട് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ 2-hydroxy benzaldehyde, 2-hydroxy benzaldehyde, 2-hydroxy benzaldehyde, and this is called salicyl aldehyde. Salicyl aldehyde. So conversion of phenol to salicyl aldehyde by treating with NaOH and chloroform followed by acidification or hydrolysis is called Reimer-Tiemann reaction. ഇനി അടുത്ത്, റൈറ്റ് എനി ടു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൾഡിഹൈഡ്. ആൾഡിഹൈഡിൻ്റെ ഏതെങ്കിലും രണ്ട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ ആൾഡിഹൈഡ് ജനറലായിട്ട് എഴുതിയാൽ RCH. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് HCN, ഹൈഡ്രജൻ സയനൈഡ്. ഹൈഡ്രജൻ സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ ഈ CO ഗ്രൂപ്പ് പോളാറാണ്, പൈ ഇലക്ട്രോണെ ഓക്സിജൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് ഓക്സിജൻ സൈഡിൽ H+ ആഡ് ചെയ്യും, ന്യൂക്ലിയോഫൈൽ കാർബണിലും ആഡ് ചെയ്യും. അപ്പോൾ RC ഇവിടെ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യും, CN, H ഇവിടെ ആഡ് ചെയ്യും, ഇലക്ട്രോഫൈലായ OH ആഡ് ചെയ്യും. ആദ്യം തുടങ്ങി വെക്കുന്ന ന്യൂക്ലിയോഫൈലാണ്, നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ്, ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആൻഡ് ഇറ്റ് ഈസ് ടെർമിനേറ്റഡ് ബൈ ഇലക്ട്രോഫൈൽ. അവസാനിപ്പിക്കുന്ന H+ഉം തുടങ്ങി വെക്കുന്ന CN-. അപ്പോൾ കറസ്പോണ്ടിങ് സൈനോഹൈഡ്രൻ ഈസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ HCN ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്നവരാണ് സൈനോഹൈഡ്രൻ. സോ ആൾഡിഹൈഡ് സൈനോഹൈഡ്രൻ. ഇത് CH3 ആണെങ്കിൽ എഥനാൽ, അപ്പോൾ എഥനാൽ സൈനോഹൈഡ്രൻ. ഇവിടെ CH3 ആണെങ്കിൽ പ്രൊപ്പനോൺ, അപ്പോൾ ഇവിടെ CH3 നിൽക്കും, ഇവിടെ CH3 നിൽക്കും, പ്രൊപ്പനോൺ സൈനോഹൈഡ്രൻ. അനദർ റിയാക്ഷൻ, ആൾഡിഹൈഡ് സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തു, NaHSO3. അപ്പോഴും ഇത് റീഅറേഞ്ച് ചെയ്ത് കറസ്പോണ്ടിങ് സോഡിയം ബൈസൾഫൈറ്റ് അഡക്റ്റായിട്ട് മാറും. അപ്പോൾ Oയുടെ അടുത്ത് ആദ്യം Na വരും, അത് റീഅറേഞ്ച് ചെയ്ത് പിന്നെ H ഇവിടെ വരും, ഇവിടെ OSO2 Na. അപ്പോൾ കറസ്പോണ്ടിങ് സോഡിയം ബൈസൾഫൈറ്റ് അഡക്റ്റ് ഈസ് ദ പ്രോഡക്റ്റ്. ഇനി എക്സ്പ്ലെയിൻ ക്ലെമൻസൺസ് റിഡക്ഷൻ. ദ ക്ലെമൻസൺസ് റിഡക്ഷൻ, റിഡക്ഷൻ ഓഫ് എൻ ആൾഡിഹൈഡ് ഓർ എ കീറ്റോൺ ദ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. അപ്പോൾ ഓക്സിജൻ പോയിട്ട് അവിടെ ഹൈഡ്രജൻ വരും. അതിനുവേണ്ടി ഇറ്റ് ഈസ് ട്രീറ്റ് വിത്ത് സിങ്ക് അമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് HCl. അപ്പോൾ ഈ ഓക്സിജനെ ഹൈഡ്രജൻ കൊണ്ടുപോകും വാട്ടറായിട്ട്. അപ്പോൾ ഈ രണ്ട് വാലൻസിയിൽ രണ്ട് ഹൈഡ്രജൻ കയറും. അപ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ഈസ് ഫോം. ഫോർ എക്സാമ്പിൾ പ്രൊപ്പനോൺ CH3CO CH3. അപ്പോൾ ഇവിടെ CH3 നിൽക്കും, ഇവിടെ CH3 നിൽക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ കോൾഡ് പ്രൊപ്പെയിൻ, and this reaction is called Clemenson's reduction. That means the reduction of an aldehyde or a ketone to the corresponding hydrocarbon by treating the zinc amalgam in concentrated HCl is called Clemenson's reduction. Then Hofmann-Bromide degradation reaction. എന്താണ് Hofmann-Bromide degradation reaction? That is the conversion of an amide to a primary amine with one carbon less. ഒരു അമൈഡിൽ
CONH2 ഗ്രൂപ്പാണ് അമൈഡ്. അത് CO ഗ്രൂപ്പ് പോയിട്ട് വെറും NH2 ഗ്രൂപ്പായിട്ട് വന്നിട്ട് അത് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ഒട്ടുമ്പോൾ ഒരു കാർബൺ കുറഞ്ഞ പ്രൈമറി അമീൻ കിട്ടും. ഇതിനെയാണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ അനാസിഡമൈഡ് RCONH2. ഇതിനെ ബ്രോമിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി, ഫോർ എക്സാമ്പിൾ NaOH. അപ്പോൾ വാട്ട് ഹാപ്പൻ? ഈ CO ഗ്രൂപ്പ് ഇല്ലാതാവും. ആ CO ഗ്രൂപ്പിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം കാർബണേറ്റ് ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ NH2 ഗ്രൂപ്പ് നേരിട്ട് ആൽക്കൈൽ ഗ്രൂപ്പോട്ട് ഒട്ടും. അപ്പോൾ യു ഗെറ്റ് എ പ്രൈമറി അമീൻ വിത്ത് 1 കാർബൺ ലെസ് ദാൻ ദ അമൈഡ്. അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞ പ്രൈമറി അമീൻ കിട്ടും. അപ്പോൾ CO ഗ്രൂപ്പിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് Na2CO3 ആയിട്ട് കൊണ്ടുപോകും, സോഡിയം കാർബണേറ്റ് ആയിട്ട് Na2CO3. പിന്നെ സോഡിയം ബ്രോമിനോട് ചേർന്ന് NaBr ആകും. മിച്ചമുള്ള ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിൽ ഗീവ് വാട്ടർ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 2 ബ്രോമിനുണ്ട്, അപ്പോൾ 2 NaBr, അപ്പോൾ 2 4 സോഡിയം, അപ്പോൾ 4 NaOH. അപ്പോൾ പിന്നെ 2 ഹൈഡ്രജൻ വരും, 4 ഹൈഡ്രജൻ, അപ്പോൾ 2 വാട്ടർ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹോഫ്മാൻ bromide degradation reaction. That means the conversion of an amide to a primary amine with 1 carbon less by treating with bromine in alkali. And this reaction is called Hofmann bromide degradation reaction. ഇത് കംപ്ലീറ്റ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അടുത്തത് കാർബൈൽ അമീൻ റിയാക്ഷൻ. കാർബൈൽ അമീൻ റിയാക്ഷൻ ഈസ് ദ ടിപ്പിക്കൽ റിയാക്ഷൻ ഓഫ് പ്രൈമറി അമീൻ. ഫോർ എക്സാമ്പിൾ RNH2 അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ NH2, aromatic primary amine or aliphatic primary amine. It is treated with the chloroform CHCl3 and alcoholic KOH. Alcoholic KOH വെച്ച് ട്രീറ്റ് ചെയ്താൽ what happen? ഈ NH2 ഗ്രൂപ്പ് NCO, അപ്പോൾ RNC ഐസോസൈനൈഡ് ആയിട്ട് മാറും. അതിനൊരു ഫൗൾ സ്മെല്ലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പ്രൈമറി അമീനെ ക്ലോറോഫോമും ആൽക്കഹോളിക് KOHും വെച്ച് ട്രീറ്റ് ചെയ്താൽ ഒരു ഫൗൾ സ്മെല്ലിങ് ഐസോസൈനൈഡ് ആയിട്ട് മാറും. ഇനി ബൈ പ്രോഡക്റ്റ് നിന്ന് പൊട്ടാസ്യം ക്ലോറിനോട് ചേർന്നാൽ പൊട്ടാസ്യം ക്ലോറൈഡ്, പിന്നെ മിച്ചമുള്ള ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ നൽകി വാട്ടർ. ബാലൻസ് ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ 3 ക്ലോറിൻ, അപ്പം 3 KCl, അപ്പം 3 KOH, അപ്പം 3 ഓക്സിജൻ ഉണ്ട്, അപ്പം 3 വാട്ടറും കിട്ടും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് carbylamine reaction, and this reaction can be used as a test for any type of primary amine, and therefore this reaction is also called carbylamine test. അപ്പോൾ കാർബൈലമീൻ റിയാക്ഷനിൽ NH2 ഗ്രൂപ്പ് എന്തായി മാറും? NC ആയിട്ട് മാറും. അപ്പോൾ പ്രൈമറി അമീൻ ബിക്കം isocyanate, and that isocyanate can be easily identified by its foul smell. Then write any 2 tests to distinguish aldehyde from ketone. ആൾഡിഹൈഡിനെ കീറ്റോണിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ടോളൻസ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ RCHO, ഒരു കീറ്റോൺ, ഫോർ എക്സാമ്പിൾ RCOR. These 2 can be very easily detected by ടോളൻസ് ടെസ്റ്റ്. അതിനുവേണ്ടി ടോളൻസ് റിയേജൻറ്റ് വെച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യും. രണ്ടിലും ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യും. ടോളൻസ് റിയേജൻറ്റ് ഈസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സിൽവറിൻ്റെ ലേക്ക് 2 അമോണിയ കോർഡിനേറ്റ് ചെയ്തൊരു കോംപ്ലക്സ് ആണ്, അഗെയിൻ ആൽക്കലൈൻ മീഡിയം. അപ്പോൾ ആൾഡിഹൈഡ് ഗ്രൂപ്പ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും, RCO- അല്ലെങ്കിൽ RCOH. അപ്പോൾ ഇതിൽ സിൽവർ അയോൺ സിൽവറായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൾഡിഹൈഡ് ഗീസ് എ സിൽവർ മിറർ. ആൾഡിഹൈഡിൽ നിന്ന് നമുക്ക് സിൽവർ മിറർ കിട്ടും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സിൽവർ. സിൽവർ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ വന്ന് പറ്റിപ്പിടിക്കും, അപ്പോൾ ഒരു സിൽവർ മിറർ അപ്പിയറൻസ് കിട്ടും. എന്നാൽ കീറ്റോൺ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്തില്ല, ഇത് വളരെ മൈൽഡായിട്ടൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നോ സിൽവർ മിറർ. So aldehyde can be detected from ketone by ടോളൻസ് ടെസ്റ്റ്. ഇതേപോലെ ഫെലിങ്സ് ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ്. ഫെലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾഡിഹൈഡിനെയും കീറ്റോണിനെയും
ഫെല്ലിംഗ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. ഫെല്ലിംഗ് സൊല്യൂഷൻ എയും ഉണ്ട്, ഫെല്ലിംഗ് സൊല്യൂഷൻ ബിയും ഉണ്ട്. അപ്പോൾ ഫെല്ലിംഗ് സൊല്യൂഷനിൽ ആക്റ്റീവായിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് കോപ്പർ 2+ ആണ്. അപ്പോൾ ഈ കോപ്പർ 2+ റെഡ്യൂസ് ചെയ്ത് കുപ്രസ് ഓക്സൈഡായിട്ട് മാറും. കാരണം ആൾഡിഹൈഡ് ഈസിലി ഗെറ്റ് ഓക്സിഡൈസ്, ദെയർഫോർ ദ ടോളൻസ് റിയേജൻറ്റ് ഗെറ്റ് റെഡ്യൂസ് ടു കുപ്രസ് ഓക്സൈഡ്. അതിന് ഒരു റെഡ് കളറാണ്, അല്ലെങ്കിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടും. എന്നാൽ കീറ്റോൺ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യത്തില്ല. അപ്പോൾ ടോളൻസ് ടെസ്റ്റ് തരാത്തതുപോലെ ഫെല്ലിങ്സ് ടെസ്റ്റും തരില്ല. അപ്പോൾ നോ റെഡ് പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല. അപ്പോൾ ഓർത്തിരിക്കുക, 2 ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ് ആൻഡ് ഫെല്ലിങ്സ് ടെസ്റ്റ്. These 2 tests are used to distinguish an aldehyde from a ketone. അപ്പോൾ ആൾഡിഹൈഡ് ടോളൻസ് ടെസ്റ്റിൽ സിൽവർ മിറർ തരും, കീറ്റോൺസ് തരത്തില്ല. ഫെല്ലിങ്സ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൾഡിഹൈഡ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്നതിന് ഫലമായി ഫെല്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്ത് കുപ്രസ് ഓക്സൈഡ് ആവും. അപ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എന്നാൽ കീറ്റോൺ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യത്തില്ല, അപ്പോൾ ഫെല്ലിങ്സ് ടെസ്റ്റ് തരില്ല. അപ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ അത് കീറ്റോണും, റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ആൾഡിഹൈഡും ആയിരിക്കും. ഓക്കെ.